വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നടനാണ് നിരഞ്ജൻ നായർ ശ്രീനാഥ്. രാത്രിമഴ, 3 മണി, ചെമ്പട്ട്, കാണാക്കുയിൽ തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നിരഞ്ജൻ മുറ്റത്തെ മുല്ല എന്ന സീരിയലിലൂടെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. സംപ്രേക്ഷണം തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും മികച്ച പ്രേക്ഷക പ്രതികരണമാണ് പരമ്പരയ്ക്ക് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ സീരിയൽ രംഗത്ത് പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് നിരഞ്ജൻ. സീരിയൽ ടുഡേ ചാനലുമായുള്ള അഭിമുഖത്തിലാണ് നടൻ മനസ്സു തുറന്നത്. നല്ല രീതിയിൽ പോയ പ്രൊജക്ടിൽ തന്റെ കഥാപാത്രം പിന്നീട് ഒരു ഗസ്റ്റ് റോൾ പോലെയായി എന്ന് പറഞ്ഞാണ് താരം തന്റെ അനുഭവം പങ്കുവച്ചു തുടങ്ങുന്നത്. ഭാര്യ ഗർഭിണിയായ സമയത്താണ് പ്രൊജക്ട് നിന്നത്. വലിയ രീതിയിൽ നിന്നിട്ട് ഒന്നുമല്ലാതായി പോയ അവസ്ഥ ഭയങ്കരമായിരുന്നു. എനിക്ക് വളരെ വിഷമമായി. പെർമിഷൻ എടുത്താണ് വേറെ സീരിയൽ ചെയ്തത്. അതിജീവനമാണല്ലോ ഏറ്റവും വലുത്. കാര്യം, നിരഞ്ജന്റെ പ്രതിഫലം എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനലുകൾ കാണിക്കുന്നത് 10,000 ആണെങ്കിലും നമ്മുടെ പേയ്മെന്റ് എത്രയെന്ന് നമുക്കറിയാമല്ലോ. അതിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമുണ്ടാകും, കോസ്റ്റ്യൂമുകളും വാങ്ങണം. അങ്ങനെ ഞാൻ സ്ട്രഗിൾ ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ പ്രൊജക്ട് ചെയ്തത്. എവിടെയോ കിട്ടിയ പണിയിൽ ഞാൻ പതുക്കെ മാറേണ്ടി വന്നു. രണ്ടാമത് ചെയ്ത പ്രോജക്റ്റിൽ എന്റെ കഥാപാത്രം തീർന്നു എന്നറിയുന്നത് സാധാരണ പ്രേക്ഷകരനെ പോലെ എപ്പിസോഡും പ്രൊമോയും കണ്ടപ്പോഴാണ്. ഞാനൊന്നും പറഞ്ഞില്ല. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർക്ക് മെസ്സേജ് അയച്ചു. പുള്ളി ഓക്കെ എന്ന് മറുപടിയും നൽകിയെന്നും നിരഞ്ജൻ വ്യക്തമാക്കി. കൂടാതെ തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ചും നിരഞ്ജൻ സംസാരിച്ചു. രാക്കുയിൽ എന്ന സീരിയൽ ചെയ്യുന്ന സമയത്ത് ഈ തടിയനെ മാറ്റിയിട്ട് വേറൊരാളെ വെക്ക് എന്ന കമന്റുകൾ വന്നിരുന്നു. ഇപ്പോഴും ഇത്തരം കമന്റുകൾ വരുന്നുണ്ട്. തടി എന്നത് ഏത് സിറ്റുവേഷനിൽ വരുന്നതാണെന്ന് ഇവർക്കറിയില്ല. നിങ്ങൾക്ക് വണ്ണമുണ്ട്, ചാനൽ അപ്രൂവ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് വന്ന പ്രോജക്റ്റുകൾ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ തടിയനെ എങ്ങനെയാണ് പ്രേമിക്കാൻ പറ്റുന്നതൊക്കെ കമന്റുകൾ വന്നിട്ടുണ്ടെന്നും നിരഞ്ജൻ പറയുന്നു. മാറ്റി നിർത്തുന്നവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറണമെന്നാണ് ഭാര്യ പറയുന്നത്. 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് ഏതുവിധ നഷ്ടങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റും. പറയുന്നവർക്ക് മുഖം പോലുമില്ല. എന്റെ ഭാര്യയെയും ഇതിലേക്ക് വലിച്ചഴിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസവം കഴിഞ്ഞ ശേഷം തന്റെ ഭാര്യയ്ക്കും ബോഡി ഷേമിംഗ് നേരിടേണ്ടി വന്നു. ആദ്യം അത് ബാധിച്ചെങ്കിലും പിന്നീട് ഭാര്യ ഇത്തരം കമന്റുകൾ അവഗണിച്ചെന്നും നിരഞ്ജൻ വ്യക്തമാക്കി. ഒരിക്കൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ അഭിമുഖം നൽകി. കോവിഡ് സമയത്ത് കലാകാരന്മാർ നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഭാര്യയുടെ ഗർഭകാലത്തെ കുറിച്ചായിരുന്നു. ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായി കലാകാരന്മാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയായി ഗർഭകാലത്തെ കുറിച്ചും പറഞ്ഞു. ഈ അഭിമുഖം രണ്ടും കൂടി ഒന്നിച്ചാണ് ബാക്കിയുള്ള ചാനലുകളിൽ വന്നത്. കടക്കണിയിൽ നട്ടം തിരിഞ്ഞ് നിരഞ്ജൻ, പൂർണ്ണ ഗർഭിണിയായി ഭാര്യ എന്നൊക്കെയാണ് ക്യാപ്ഷൻ വന്നത്. വളരെ വിഷമകരമായ സാഹചര്യമായിരുന്നു അത്. തന്റെ അച്ഛൻ അറിഞ്ഞു. പ്രശ്നങ്ങൾ എന്തിനാണ് നാട്ടുകാരെ അറിയിക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചു. താൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നതെന്നും നിരഞ്ജൻ വ്യക്തമാക്കി.